ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതിലെ ഫിയേഴ്സ് പ്രെഡേറ്റേഴ്സായ ഡയർ വുൾഫ്സിനെ. എന്നാൽ റിയൽ വേൾഡിൽ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുന്നേ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ ഒരു ഏപെക്സ് പ്രെഡേറ്ററാണ് ദ ഡയർ വുൾഫ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം അഡ്വാൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഈ ഡയർ വുൾഫ്സിനെ തിരികെ കൊണ്ടുവന്നു അഥവാ ഡീ എക്സ്റ്റിങ്ക്റ്റ് ചെയ്തു എന്നാണ് ഒരു കൂട്ടം സയൻറ്റിസ്റ്റ് പറയുന്നത്. കൊളോസൽ ബയോസയൻസസ് എന്ന ബയോടെക് കമ്പനിയാണ് ഈ പ്രോജക്റ്റിന് പിന്നിൽ. 50,000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഡയർ വുൾഫിൻ്റെ ടീത്തിൽ നിന്നും സ്കള്ളിൽ നിന്നും എടുത്ത DNA ആണ് ഈ ഡയർ വുൾഫിനെ ഉണ്ടാക്കാൻ സഹായിച്ചത്. പക്ഷേ ഇത് 100% ജനറ്റിക്കലി ഐഡൻറ്റിക്കലായ ഡയർ വുൾഫാണോ? അല്ല. ഡയർ വുൾഫിൻ്റെ നൗ ലിവിങ് കസിനായ ഗ്രേ വുൾഫിന് അവരുടെ DNA ആയിട്ട് 99% സാമ്യമുള്ളതുകൊണ്ട് ഗ്രേ വുൾഫിൻ്റെ സെൽസ് ഓൾട്ടർ ചെയ്ത് ഏകദേശം 20 ജീൻസിൽ എഡിറ്റ് വരുത്തിയാണ് ഈ ഡയർ വുൾഫ്സിനെ ഉണ്ടാക്കിയത്. എന്നാൽ ഇവയെ ഡയർ വുൾഫായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഈ പപ്സ് ഗ്രേ വുൾഫ്സ് തന്നെയാണെന്നുമാണ് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നത്. പക്ഷേ കൊളോസൽ അതിൻ്റെ വിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വുളി മാമത്ത് പോലെ എക്സ്റ്റിങ്ക്റ്റ് ആയ മറ്റ് ആനിമൽസിനെ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ എൻഡേഞ്ചേർഡ് ആയ ആനിമൽസിനെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാതെ ഇരിക്കാൻ ഈ ടെക്നോളജി സഹായകരമാകും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ മൂവീസിലും TV ഷോസിലുമൊക്കെ കണ്ടിട്ടുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയ ഈ പ്രെഡേറ്റേഴ്സ് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഷോർട്സിന് വേണ്ടി മല്ലു ആർക്കൈവ്സ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓർ ഇഫ് യു ഹാവ് എനി ടോപ്പിക് സജഷൻസ് യു ക്യാൻ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.